അൻസിബ ഹസൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി അൻസിബ, താങ്കൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ശരിവെക്കുകയാണ് നീനാക്കുറുപ്പ്. ഇതിൽ എന്ത് ഇടപെടലാണ് താങ്കൾ ഇനി പ്രതീക്ഷിക്കുന്നത്? ഇത് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം ഇന്നലത്തെ ശ്വേതാ മേനോന്റെ വാക്കുകളാണോ? ആ തരത്തിൽ നീതി കിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവുന്നതിന് കാരണം ഇന്നലത്തെ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഞാൻ ഗൂഢാലോചന നടത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ ഇനി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുക മാത്രമേ എനിക്ക് നിവൃത്തിയുള്ളൂ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻസിബ, ഒരു കാര്യം, ഇന്നലെ താങ്കൾ ഈ കാര്യം പറയുമ്പോൾ താങ്കൾക്ക് മറ്റാരോ പറഞ്ഞ് കേട്ടറിവാണ്, അതിലൊരു വ്യക്തതക്കുറവൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നീനാക്കുറുപ്പിന്റെ പരാതിയോടെ അല്ലെങ്കിൽ അവരുടെ നിലപാടോടെ കൂടുതൽ വ്യക്തത വരികയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ബ്ലോക്ക് ചെയ്യല്ല, സോറി. അതായത് ഇന്നലെ പ്രസിഡന്റ് സംസാരിച്ചു മീഡിയാസിനോട്. അൻസിബ ഗൂഢാലോചന നടത്തിയതാണോ എന്ന് സംശയമുള്ള രീതിയിലാണല്ലോ പ്രസിഡന്റ് സംസാരിച്ചത്. മെയ് 12-ന് നീനാക്കുറുപ്പ് ചേച്ചിയുടെ പരാതി അമ്മയിൽ വന്നിട്ടുണ്ട്. ആ പരാതി പ്രസിഡന്റ് എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ പരാതിയിൽ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടും ഞാൻ ഗൂഢാലോചന നടത്തി എന്ന് എങ്ങനെ പ്രസിഡന്റിന് പറയാൻ തോന്നി എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന വലിയ കാര്യം. അതെ, അത് തന്നെയാണ് സംശയം ഉണ്ടാക്കുന്ന കാര്യം. എന്ന് മാത്രമല്ല, താങ്കൾക്കെതിരെ ടിനി ടോം നടത്തിയെന്ന് പറഞ്ഞ പരാമർശങ്ങൾ അങ്ങേറ്റം ഗൗരവതരമാണ്. താങ്കളുടെ കുടുംബ പശ്ചാത്തലവും കുടുംബ സാഹചര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന രീതിയിൽ വലിയ ഗുരുതരമായ കാര്യങ്ങൾ നടത്തിയെന്ന് നീനാക്കുറുപ്പ് പറയുന്നുണ്ട്. അതെ, അപ്പോ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള വളരെ വിശ്വസനീയമായിട്ടുള്ള ക്രെഡിബിലിറ്റിയുള്ള ഒരു സ്ത്രീയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരോ ഒരാൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ തള്ളിക്കളയാൻ പ്രസിഡന്റിന് എങ്ങനെ തോന്നി? പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വനിത കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. അതെ, അപ്പോ പ്രസിഡന്റ് ജയിച്ചു വന്ന സമയത്ത്, അതായത് അമ്മയിലെ ഇലക്ഷൻ കഴിഞ്ഞ് വന്ന് പ്രസിഡന്റായിട്ട് ശ്രീമതി ശ്വേതാ മേനോൻ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് വന്ന ന്യൂസിന് ശേഷം മീഡിയാസിനെ കണ്ട ഉടനെ പ്രസിഡന്റ് പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, അമ്മയിൽ നിന്ന് പോയ അതിജീവിത ഉൾപ്പെടെയുള്ള സ്ത്രീകളെ തിരിച്ചു വിളിക്കുമെന്ന്. ഓർമ്മയുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് ഇന്നേ വരെ, ഈ മൊമെന്റ് വരെ അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടായത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടെ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ അറിവിൽ അങ്ങനെ ഒരു വിളി പോയിട്ടില്ല, ഒരു സ്ത്രീക്കും പോയിട്ടില്ല. അവിടുന്ന് പോയ ഒരു സ്ത്രീക്കും പുരുഷനും അങ്ങനെ ഒരു വിളി പോയിട്ടില്ല. അമ്മയിൽ നടന്ന അന്നത്തെ എലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ മീറ്റിംഗ് ആ ഹോട്ടലിൽ തന്നെ വെച്ച് നടത്തി. അത് കഴിഞ്ഞിട്ട് അമ്മ ഓഫീസിൽ വെച്ച് നടത്തിയ അടുത്ത മീറ്റിംഗ്, അതായത് അമ്മ ഓഫീസിൽ നെക്സ്റ്റ് രണ്ടാമത്തെ മീറ്റിംഗ് നടന്നു, അമ്മ ഓഫീസിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ മീറ്റിംഗും. ആ മീറ്റിംഗിൽ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതിനെപ്പറ്റി എന്തായിരിക്കും പ്രസിഡന്റ് പറയാൻ പോകുന്നതെന്ന്. അപ്പോ പ്രസിഡന്റ് തന്നെ ഈ വിഷയം എടുത്തിടുകയും എന്നിട്ട് പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഞാൻ അതിജീവിതയും ഇവിടുന്ന് പോയ സ്ത്രീകളെയും എല്ലാം തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നമ്മുടെ ചില മെമ്പേഴ്സിന് താല്പര്യമില്ല എന്ന് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. പ്രസിഡന്റ് ഇത് നിഷേധിച്ചാലും അവിടെ തെളിവുണ്ട്. അമ്മയിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ വെക്കാറുണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മൊബൈലിൽ എന്തായാലും ആ റെക്കോർഡ് ഉണ്ടാവും, പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷെ അപ്പോ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ആണല്ലേ, ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ചോദിച്ചില്ല ഏത് മെമ്പേഴ്സ് ആണ് അങ്ങനെ പറഞ്ഞത് എന്ന്. പക്ഷെ ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു, ജനറൽ ബോഡിയിൽ ഞാൻ ചോദിക്കും, ഏത് മെമ്പേഴ്സ് ആണ് അങ്ങനെ പറഞ്ഞത്, അതിജീവിതയും മറ്റു സ്ത്രീകളും തിരിച്ചു വരുന്നത് താല്പര്യമില്ല എന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അമ്മ അസോസിയേഷനിലുള്ള ഒരു സാധാരണ മെമ്പർ പോലും അതിജീവിതയും മറ്റു സ്ത്രീകളും തിരിച്ചു വരരുത് എന്ന് പറയില്ല. പക്ഷെ അതൊന്നും പിന്നീട് ഉണ്ടായില്ല. ഒരു കാര്യം അൻസിബ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അൻസിബയെ മൊഴിയെടുക്കാൻ സംഘടനയിൽ നിന്ന് വിളി വന്നിട്ടുണ്ടോ? അൻസിബ ഓൾറെഡി റിസൈൻ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ അവർ ടേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കോൾ വരികയോ മൊഴിയെടുക്കാൻ എത്താൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല. എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ഞാൻ അമ്മയിലേക്ക് പരാതി ഇട്ടത് ഇന്നലെയാണ്. കഴിഞ്ഞ 12-ാം തീയതി പരാതിയിട്ട ശ്രീമതി നീനാക്കുറുപ്പിന് പോലും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. അതിലൊരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഇന്നലത്തെ പ്രസിഡന്റിന്റെ പ്രസ് മീറ്റിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. കാരണം
ടിനി ടോമിനെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും അതിനെപ്പറ്റി മാധ്യമങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് ടിനി ടോമിനെ സംരക്ഷിക്കുന്ന തരത്തിൽ ആണ് സംസാരിച്ചത്. കഴിഞ്ഞ 12-ാം തീയതി ടിനി ടോമിനെതിരെ ഇങ്ങനെ ഒരു പരാതി മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം, മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗമാണ്, സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, അങ്ങനെ ഒരു സ്ത്രീ പരാതി കൊടുത്തത് ശ്രദ്ധയിൽ പെട്ടിട്ട് പോലും അതിനെപ്പറ്റി മെൻഷൻ പോലും ചെയ്തിട്ടില്ല പ്രസിഡന്റ് ഇന്നലെ. സ്വയം ഈ പരാതികൾ പുറത്തു വരാതെ അതങ്ങ് ഒതുക്കി തീർക്കാൻ ഒരു ശ്രമമുള്ളതായി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ അവിടെ അമ്മയിൽ ഏറ്റവും കൂടുതൽ പരാതി കൊടുത്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. ഞാൻ കൊടുത്ത പരാതികളൊന്നും എടുത്തിട്ടുമില്ല, ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊന്നും നീതി ലഭിച്ചിട്ടുമില്ല. അപ്പൊ അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പരാതിപ്പെടാൻ പോവാതിരുന്നത്. പിന്നെയും ഞാൻ അവിടുന്ന് ഇനി ഒന്നിനുമില്ല, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് മനസമാധാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാജിവെച്ചപ്പോഴും എന്റെ ജോലി തിരക്കും പേഴ്സണൽ ആയിട്ടുള്ള തിരക്ക് കാരണം ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞൊരു നോട്ട് ഇട്ടിട്ട് ഞാൻ പോയത്. പക്ഷെ അത് കഴിഞ്ഞും ഞാൻ രാജിവെച്ചതിന് ശേഷവും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ എന്തായാലും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ഇനി ഞാൻ സത്യം വിളിച്ചു പറയണം, പറഞ്ഞില്ലെങ്കിൽ അത് ആ സംഘടനയ്ക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഈ ഉപദ്രവിക്കാന്ന് ഉദ്ദേശിച്ചത് ടെനി ടോമും ആ ഒരു കൂട്ടായ്മയാണോ വീണ്ടും പിന്നാലെ നടന്ന? തീർച്ചയായിട്ടും വ്യാജ പ്രചരണങ്ങൾ നടത്തുക, അവിഹിത കഥകൾ ഉണ്ടാക്കുക, ഇതുപോലെ പല കഥകളും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല വേർഷനാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വേദനിക്കൂലേ? അപ്പൊ ഞാൻ ആ കമ്മിറ്റിയിൽ കണ്ട കാര്യങ്ങളെല്ലാം എനിക്ക്, പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷവതിയാണ്. ഞാൻ അമ്മയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഇത്രയും നാള് അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു എനിക്ക് പുറത്ത് സംസാരിക്കാൻ. അതായത് അമ്മയിൽ സ്പോക്സ് പേഴ്സൺ ഉണ്ട്, അത് പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജോയ് മാത്യു സാറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ സംസാരിക്കാം, മറ്റാരും സംസാരിക്കാൻ പാടില്ല എന്ന് അവിടെ ഒരു നിയമം ഉണ്ടാക്കി. അത് ഞാൻ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ കമ്മിറ്റി വരുന്നതിന്റെ മുമ്പ് വരെ അമ്മയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ കമ്മിറ്റി വന്നതിന് ശേഷം ഞാൻ ഒരിക്കലും അമ്മയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അത് വിലക്കായിരുന്നു എനിക്കുള്ളത്. ഞാൻ മെമ്പേഴ്സിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. മെമ്പേഴ്സിന് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കുറെ നാൾ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ എല്ലാ മെമ്പേഴ്സിനും ഞാൻ മുന്നേ സംസാരിച്ചത് എത്തരത്തിലായിരുന്നു അതുപോലെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആലോചിച്ച് എന്തിനാണ് ഇവർ പറയുന്ന രീതിയിൽ ഞാൻ ആരോടും മിണ്ടാതെയും സഹകരിക്കാതെയും നിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നു. അപ്പൊ എനിക്ക് ബന്ധനത്തിലായിരുന്നു, ഒന്നും പുറത്തു പറയാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു. അത് പറയാനിപ്പോ പറ്റി. ഞാന് ഫെബ്രുവരി 21 രാജിവെച്ച സമയത്ത് പ്രസിഡന്റ് എന്നോട് ഒന്നും ചോദിച്ചില്ല, എന്തിനാ രാജിവെച്ചെന്ന് പോലും ചോദിച്ചില്ല. ഞാൻ വാട്സപ്പിൽ രാജിക്കത്തിട്ടപ്പോൾ പ്രസിഡന്റ് കണ്ണ് തള്ളിയ ഒരു ഇമോജി മാത്രമാണ് എനിക്ക് ഇട്ടത്. സെക്രട്ടറിയാണ് എന്നെ വിളിച്ച് ചോദിച്ചത്. അപ്പൊ ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു. ഇത് ഓൾറെഡി അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്, എനിക്ക് പറ്റണില്ല ചേച്ചി, ഞാൻ നിൽക്കണില്ല. അപ്പൊ എന്റെ അടുത്ത് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അൻസിബ ഈ റീസൺസ് എല്ലാം ഒരു നോട്ടായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. ഞാൻ പറഞ്ഞില്ല ചേച്ചി, കാരണം ഞാൻ കമ്മിറ്റിയിൽ എന്റെ അഭിപ്രായം തുറന്നു പറയുന്നതിന്റെ പേരിലാണ് എന്നോട് ഇത്ര റിവെഞ്ച് വെച്ച് പെരുമാറുന്നത് ഇവരെല്ലാരും. ഇനിയും ഞാൻ ഇതിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഇനി ടോളറേറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമാവുമല്ലോ, ഞാൻ പൊക്കോളാം, മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്യാതിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോ ഞാൻ എവിടെ വർക്കിന് പോയി കഴിഞ്ഞാലും ഞാൻ രാജിവെച്ചതിന്റെ കാരണങ്ങൾ പല കെട്ടുകഥകളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാനസികമായി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ സത്യം പറഞ്ഞേക്കാം. കാരണം ഒരു വിധത്തിൽ ഞാനിത് പറയാതിരിക്കുമ്പോ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്നതായി പോയി ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചില്ല, ഞാനിത് പറയണം. അതിന്റെ കൂട്ടത്തിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കൂടെ എനിക്ക് പറയണം. കാരണം എനിക്ക് പറയാൻ, എപ്പോഴാണ് എനിക്ക് ഫ്രീഡം കിട്ടിയത് എനിക്കെല്ലാം പറയാൻ. കൂടിപ്പോയ എന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തുമായിരിക്കും. ചെയ്യട്ടെ. അൻസിബ, ഒരു കാര്യം കൂടി, ഇനി അൻസിബയെ അവര് ഹിയറിംഗിന് വിളിച്ചാൽ പോകാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പോകും. കാരണം എനിക്ക് എവിടെയും സത്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അന്വേഷണം നടത്തണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ അന്വേഷിക്കരുത് എന്ന് ഞാൻ ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അറിയില്ല. പുറമേക്ക് അവർ അവകാശപ്പെടുന്നത് അൻസിബയെ വിളിച്ചു എന്ന കാര്യമാണ്. എന്തായാലും അൻസിബയ്ക്ക് അതിജീവിതയെ വിളിക്കുമെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട ആളുകളാണ് തിരിച്ചു വിളിക്കാതെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. ശരി,
ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ അൻസിബയും നീനാക്കുറുപ്പും നിങ്ങൾ ഉന്നയിക്കുന്ന ഈ പരാതി സംഘടനയ്ക്ക് പുറത്തേക്ക്, അതായത് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചാൽ അതിഗുരുതരമായ പരാതിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. അത് ഈ സംഘടനയിൽ നിന്നൊരു നീതി കിട്ടുന്നില്ലെങ്കിൽ അത്തരം മാർഗങ്ങൾ പോലീസ് അടക്കമുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണോ? തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടി വരും. അതായത് പോലീസിൽ പരാതി നൽകും, സംഘടനയിൽ നിന്ന് നീതിയില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകും. തീർച്ചയായിട്ടും പരാതി നൽകും. ഓക്കെ, അതിനുവേണ്ടി എത്ര ദിവസത്തെ ഒരു കാത്തിരിപ്പ്, അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഒരു ധാരണ? അറിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മിറ്റിയിൽ എന്റെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ, അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഭയമുണ്ട്, എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, എനിക്കറിയാം. യെസ്, അൻസിബ ദയവായി ഒരു അല്പസമയം ഒന്ന് തുടരുക. ഭാഗ്യലക്ഷ്മി നമുക്ക്